ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഉമ്മീസ് റെസിപ്പീസ്. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒരു ഇറാനി പോളയുടെ റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നമുക്ക് വീഡിയോ കാണാം. ആദ്യമായി നമുക്കതിന് ബാറ്റർ ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് പാല് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 മുട്ട ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ്, 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി, 1/2 കപ്പ് ഓയിൽ, 1 കപ്പ് മൈദ. ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇത് നമ്മൾ അടിച്ചെടുത്തിട്ട് മാറ്റി വെക്കുകയാണ്. ഇനി നമുക്കിതിലേക്കുള്ള മസാലയാണ് റെഡിയാക്കി എടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ടൊരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് 2 സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തത്. 1 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്നുണ്ട്. പിന്നെ 1 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതൊക്കെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതൊന്ന് നമുക്ക് വഴന്ന് കിട്ടണം. അപ്പം ജസ്റ്റ് ഒന്ന് വഴന്നാൽ മതി, നന്നായിട്ടങ്ങ് വഴന്ന് പോകാൻ പാടില്ല. നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ ചിക്കനാണ് ഇതിൽ ആഡ് ചെയ്യുന്നത്. ആ ചിക്കന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഉപ്പുള്ളതിനെ കൊണ്ട് കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടികൾ 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, കുറച്ച് പെരിഞ്ജീരകത്തിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ സാദാ മുളക് പൊടി തന്നെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് അതിൻ്റെ ഒരു പച്ചമണം മാറി വരുന്ന സമയത്ത് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ചിക്കന് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ചിക്കൻ ഞാൻ ഫ്രൈ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചതായിരുന്നു, അതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. ഇനി ഇതിലേക്ക് 2 മുട്ട പുഴുങ്ങിയത് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് കുറച്ച് മല്ലിയില കൂടി ചേർത്തതിന് ശേഷം നമ്മളെ മസാല നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അത് നമുക്കൊരു വശത്തേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പോട്ട് അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലൊരു സ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് എല്ലാ സൈഡും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ബാറ്റർ പകുതി ഭാഗം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഇതൊന്ന് മൂടി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ മേലെ ഒന്ന് വെന്ത് കിട്ടണം. എങ്കിൽ മാത്രമേ നമ്മൾ മസാല ഇടുന്ന സമയത്ത് ഇത് കറക്റ്റായിട്ട് വെന്ത് കിട്ടുള്ളൂ. നമ്മൾ മസാല കംപ്ലീറ്റ് ഇതിൻ്റെ മേലെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇനി ബാക്കി വരുന്ന മാവ് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നല്ല കറക്റ്റായിട്ട് സൈഡൊക്കെ കറക്റ്റ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കണം. എന്നാലേ വെന്ത് കിട്ടുന്ന സമയത്ത് ഇതിനൊരു ഷേപ്പൊക്കെ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇതിൻ്റെ മുകളിൽ ഒരു ക്യാപ്സിക്കം ഞാൻ കട്ട് ചെയ്ത് വെച്ച് കൊടുക്കുകയാണ്. അതേപോലെ ഒരു കഷ്ണം ക്യാരറ്റ് കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുക. 20 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ തുറന്ന് നോക്കുന്ന സമയത്ത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. മുകൾ ഭാഗം ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു പാനിലേക്ക് കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. ഇത് നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അടിവശം കരിഞ്ഞൊന്നും പോയിട്ടില്ല. ഇനി മുകൾ വശവും കൂടി വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഇറാനി പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീണ്ടും മറ്റൊരു റെസിപ്പിയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.